ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടേതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് സാധനങ്ങളും ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഷിജോയും ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇപ്പൊ നമ്മുടെ സ്ഥിര സ്ഥലമായിട്ടുള്ള സ്റ്റുഡിയോയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തിൽ കൂടുതലായി. പക്ഷെ എന്റെ ബിടെക് ജീവിതം എന്നെ ഒരു ഹണിമൂൺ പോകാൻ പോലും സമ്മതിച്ചിട്ടില്ല. ജാനുവരിയിലല്ലേ നമ്മള് കാശ്മീരിലോട്ടുള്ള ടിക്കറ്റ് എടുത്തു. എന്നിട്ട് അവിടെ പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവസാനം എക്സാം ഒക്കെ ആയി ക്യാൻസൽ ചെയ്ത് അങ്ങനെ കുറെ പൈസ പോയി. അതൊക്കെ പോട്ടെ. നമ്മളിപ്പം നമ്മളെ ഹണിമൂണിന് ഞങ്ങളാണ് പോവാൻ ഇരുന്നത്. നമ്മള് പോണ കണ്ടപ്പോ നിങ്ങൾക്കും ഓക്കെ, അയ്യോ അവര് പോകുന്നുണ്ടല്ലോ നമുക്ക് പോവാന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങളാണ് മലേഷ്യ ആദ്യം പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ കല്യാണം 2 മാസമേ ഉള്ളൂ. 2 മാസം ആയുള്ളൂ. പക്ഷെ നിങ്ങളുടെ 6 മാസത്തിൽ കൂടുതലായി. ഞങ്ങൾ പ്ലാൻ ചെയ്ത് സാധിച്ചാണ് ടിക്കറ്റ് എടുത്തത്. അത് ഓക്കെ. പക്ഷെ ഫസ്റ്റ് ബുക്ക് ചെയ്ത് നമ്മൾ സെക്കൻഡ് ബുക്ക് ചെയ്തത് നമുക്ക് ഓഫർ വരെ കിട്ടി. അത് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. നമുക്ക് 5 കിലോ കുറച്ച് മതി. കുറച്ചെടുക്കുന്നല്ലേ കേജി. അതുകൊണ്ട് നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോയിട്ട് ഇനി ആശായം എന്തൊക്കെ എടുക്കണമെന്നൊന്നും ഒരു പിടുത്തമില്ല. പോയിട്ട് ബാക്കി നോക്കാം. വഴിയിൽ കുറച്ച് മാംഗോസ്റ്റീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് കേട്ടോ. ഫേവറേറ്റ് ഫ്രൂട്ട് ഓരോ സമയത്തും സീസൺ അനുസരിച്ച് മാറുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ചുമ്മാ എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് മാംഗോയാണ് എപ്പോഴും. ഇപ്പൊ പേരുള്ളതുകൊണ്ട് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് റംബുട്ടാനാണ്. മിനിങ്ങാന്ന് വരെ റംബുട്ടാൻ സീസണിന്റെ തലേ ദിവസം വരെ ഇവിടെ ഫേവറേറ്റ് മറ്റേ അത് അനാറായിരുന്നു കേട്ടോ, മാതളം. അതിപ്പോ മാറി ഇതിലോട്ട് വന്നിട്ടുണ്ട്. അല്ല ഇനി എനിക്ക് മാറത്തില്ല. ഇപ്പൊ എന്തിനാണ് റംബുട്ടാൻ? ഡ്രൈവറിനെ കൂടെ തരുമോ കുറച്ച്? തരാം. കുഴപ്പമില്ല അത് കൊള്ളാം കേട്ടോ സാധനം. അത് ഞാൻ അങ്ങനെ ഈ സാധനം കഴിച്ചിട്ടില്ല. വഴിയിൽ കാണുമെന്ന് നമ്മളങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഫൈനലി നമ്മൾ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് സ്റ്റുഡിയോ എത്തണമെങ്കിൽ നേരം വെളുക്കും. കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്, ഒട്ടുക്കത്തെ ബ്ലോക്ക് ആണ്. ആസ് യൂഷ്വൽ വെഞ്ഞാറമൂടുകാർക്ക് എല്ലാവർക്കും അറിയാം. വെഞ്ഞാറമൂടുകാർക്കല്ല, നമ്മൾ മീൻസ് ആറ്റിങ്ങിന് വെഞ്ഞാറമൂടുള്ള എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ബ്ലോക്ക്. കുറെ നേരമായി ഗൈസ് ബ്ലോക്കിൽ എത്തിയിട്ട്. ഒച്ചിതിനെക്കാട്ടി സ്പീഡിൽ പോകും. നമ്മളിതാ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞോണ്ട് വന്നപ്പോ ഉള്ളത് തന്നെ ഉള്ളതെന്തോ. വീണ്ടും ബ്ലാക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. 1023ാമത്തെ ബ്ലാക്ക്. നമ്മളെ ഒരു ലോഡ് ആയിട്ട് ട്രയൽ റൂമിലോട്ട് പോകുന്നുണ്ട്. ആശ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. ഞാൻ എത്രയൊക്കെ തിരിഞ്ഞ് നടന്നാലും അവസാനം വെള്ള ചെരുപ്പിലോട്ട് തന്നെ എത്തും. ഈ ചെരുപ്പ് ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. ഇതെടുത്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവസാനം ഇതെടുത്തോണ്ട് വന്നേ. സായിന് ഷർട്ട് എടുക്കാം. എന്റെ പോലത്തെ മാച്ചിങ് ഷർട്ട്.
ഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞി പേഴ്സ് നോക്കിയേ. ഇത് എവിടെ പോയാലും വാങ്ങിക്കുന്നതാണ്. ഇത് വാങ്ങിയിട്ട് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ മാത്രം ഫോണും ക്യാഷും വെക്കാനാണ്, വേറെ ആരും ഇതിൽ വെക്കത്തില്ലാന്നേ. ഇത് സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വില നോക്കും, ഇഷ്ടപ്പെടും, തിരിച്ചു വയ്ക്കും. ലിപ്സ്റ്റിക് സെക്ഷനിലും പോയി അതേപോലെ എല്ലാ ഷെയ്ഡും നോക്കും, തിരിച്ചു വയ്ക്കും. സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിക്കരുത്, പെട്ടെന്ന് ചുണ്ട് കറക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റുഡിയോ നിന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പർച്ചേസ് കുറച്ച് നേരം എടുത്തു ഗൈസ്. ഞാൻ പോസ്റ്റ് 8 മണിയായി. ആശ റഹീമിന് എടുക്കാനാണ് ഇത്ര സമയം എടുത്തത്. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഷിജു റഹീമിനെ കാണാനില്ല, വണ്ടി കയറിയില്ലെന്ന് തോന്നുന്നു. ഷിജു ജ്യൂസ് കുടിക്കുമല്ലേ? ഷിജിന റഹീം ബിസി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഷിജിന ഇനി 2 വാക്ക് സംസാരിക്കാൻ ഷിജോയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശരി, സന്തോഷം. അപ്പൊ നമ്മൾ ഇനി ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോയല്ലേ, ജ്യൂസ് കുടിക്കൂലേ? കുടിക്കും. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, take care and bye bye.